എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ഡെയിലി ലൈഫിലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 4 മണിയായപ്പോൾ തന്നെ അച്ചൂസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അച്ചൂസിൻ്റെ ഒപ്പം ഞാനും ശ്രീയും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നും കുറച്ച് നാളുകളായിട്ടുള്ള കലാപരിപാടിയാണ്. രാവിലെ എഴുന്നേറ്റ് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ചായ തരുന്ന ഒരാളാണ് അമ്മ. ഞാൻ കണ്ണ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലപ്പം ചായ കൊണ്ട് വന്നിട്ട് അമ്മയായിരിക്കും എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അച്ചൂസിൻ്റെ കൂടെ അമ്മ അങ്ങനെ കളിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ ജോലിക്ക് പോകുന്നത്. രാവിലെ അച്ചൂസിന് അമ്മയോട് ഒരു പ്രത്യേക സ്നേഹമാണ്. അമ്മയുടെ കയ്യിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആൾ പിന്നെ പോകാനും മടിയാണ് അമ്മയുടെ കയ്യിലോട്ട്. അങ്ങനെ അവൻ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ജനലൊക്കെ തുറന്ന് ജനലിൻ്റെ മണ്ടയ്ക്ക് പഠിച്ച് കയറി നിന്ന് അവിടെ നിന്ന് കളിയായിരിക്കും. ഇവനിപ്പോൾ ഉറക്കം കുറഞ്ഞു വരുന്നു. പക്ഷേ അപ്പൂസിന് ഇപ്പോൾ ഭയങ്കര ഉറക്കമാണ്. നേരത്തെ ആൾ 6 മണി കഴിഞ്ഞ് പോവില്ലായിരുന്നു, നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്ക് 7 മണി ആവണോടം വരെ അമ്മ ഞാൻ ഇച്ചിരി കൂടി ഉറങ്ങിക്കോട്ടേന്ന് ചോദിച്ച് വീണ്ടും കിടന്നുറങ്ങും. പിന്നെ രാവിലെ ഞങ്ങളുടെ ഇച്ചിരി സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ എഴുന്നേറ്റ് വരുന്നത്. രാവിലെ അവനെ ഇങ്ങനെ പുന്നാരിപ്പിച്ച് കൊഞ്ചിച്ച് വിളിക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അവനെ രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കുന്നത്. എഴുന്നേറ്റ് പറഞ്ഞ് നമ്മൾ ഒച്ച എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ എഴുന്നേറ്റ് വരുമ്പോഴേ കരഞ്ഞ് ചിണുങ്ങിയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ വേഗം നോക്കുകയാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അവൻ ഈ വീഡിയോ എടുക്കുന്നുള്ളത്. അങ്ങനെ പിന്നെ പതിയെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ച് അടുത്തുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് 10 മിനിറ്റ് ഇറയത്ത് നിന്നിട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് കയറുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എഴുന്നേറ്റ പടി ധൃതി പിടിച്ച് അടുക്കളയിലേക്ക് പോകുന്നത്. പതിയെ ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ അടുക്കളയിലേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ മൈൻഡും ഒന്ന് സെറ്റാവും. 2 ദിവസമായിട്ടും അച്ചൂസ് ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആളിപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ഭയങ്കര നമ്മൾ പറയുന്നതിനൊപ്പം നിന്ന് ആൾ പറയും. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് നല്ല കരിയിലയാണ്. പിന്നെ നമ്മുടെ മുറ്റത്ത് നിന്ന പ്ലാവും തേക്കൊക്കെ വെട്ടിയത് കൊണ്ട് ഒത്തിരി കരിയിലയില്ല. എന്നാലും 2 ദിവസം കൂടി അടിക്കുമ്പോൾ അത്യാവശ്യം കരിയിലയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ മുറ്റം അങ്ങ് അടിച്ചിടാം. വെയിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് മുറ്റം അങ്ങ് അടിച്ചിടാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ മുറ്റടിക്കാൻ ഇറങ്ങി. അത്യാവശ്യം ഫ്രണ്ടിൽ മാത്രമേ ജസ്റ്റ് ഒന്ന് അടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ. ഇനിയിപ്പോൾ അടുക്കളയിലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ മുറ്റം അങ്ങ് അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ആ പണി അങ്ങ് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ രാവിലെ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുറ്റടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. മുറ്റടിച്ച് കഴിഞ്ഞ് നേരെ കയറി വന്നത് അകം അടിച്ച് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എല്ലാ ദിവസവും രാവിലെ തന്നെ അകമൊക്കെ അടിച്ച് തുടയ്ക്കും. കാരണം അച്ചൂസ് ഇപ്പോൾ ഈ ഓടി നടക്കാൻ തുടങ്ങിയേക്കണത് കൊണ്ട് രാവിലെ തന്നെ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ അടിച്ച് വാരി തുടച്ചിടുകയാണെങ്കിൽ ആ ഒരു പണി കഴിയും. പിന്നെ അവനെ നമുക്ക് ധൈര്യമായിട്ട് നിലത്തേക്ക് ഇറക്കി വിടാം. ഇപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടനും അനിയനും കൂടി ഇതിൽ കൂടെ നടന്ന് കളി തുടങ്ങും. കളിപ്പാട്ടമൊക്കെ നേരത്തെ ഇട്ടിട്ട് കളി തുടങ്ങും. കുഞ്ഞു മക്കളുള്ള വീട്ടിലെല്ലാവർക്കും അറിയാം, നമുക്കൊരു 2-3 പ്രാവശ്യത്തിൽ ഏറെ നമ്മളൊരു ദിവസം അടിച്ചു വാരി തുടയ്ക്കേണ്ടി വരും. അപ്പോൾ രാവിലെ തന്നെ ഒരു ട്രിപ്പ് അടിച്ചു വാരി തുടയ്ക്കലങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആശ്വാസം കിട്ടും. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 3-4 ട്രിപ്പ് നമുക്ക് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അടിച്ചൊക്കെ വാരിയൊക്കെ സെറ്റാക്കി ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ സ്ഥലത്തു നിന്നും ഓരോ കളിപ്പാട്ടം കട്ടിലിൻ്റെ അടിയിൽ നിന്നും കസേരയുടെ അടിയിൽ നിന്നും ഒക്കെ ഓരോ കളിപ്പാട്ടം പറക്കിയെടുത്തോണ്ട് കൂട്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് തന്നെ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകിട്ട് ചില ദിവസങ്ങളിൽ വൈകിട്ടാണ് തുണി കഴുകി വെക്കും. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങ് വിരിച്ചിടും. അപ്പോൾ അത് ഉച്ചയാകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരു ബെഡ്ഷീറ്റും അത്യാവശ്യം തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കി വെച്ചിരുന്നത് രാവിലെ തന്നെ ഞാനങ്ങ് വിരിച്ചിട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങുമല്ലോ. ഇന്നിപ്പോൾ ഒരു ചെറുതായിട്ടൊരു മഴക്കോള് രാവിലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യുമോ അറിയില്ല. എന്തായാലും 2 ദിവസമായിട്ട് ചെറിയ രീതിയിലുള്ള മഴ മാത്രമേ നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവന്മാർ എഴുന്നേറ്റ് വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സ്റ്റാൻഡൊക്കെ തട്ടി മറിച്ചിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ 2 പേരും എഴുന്നേറ്റ് വന്നു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ക്യാമറയിലേക്കൊക്കെ നോക്കി. അപ്പോൾ ഞാൻ നോക്കി പേടിപ്പിച്ചപ്പോഴത്തേക്കും 2 പേരും തിരിച്ച് കയറിപ്പോയി കേട്ടോ. അല്ലെങ്കിൽ വന്ന് എൻ്റെ സ്റ്റാൻഡൊക്കെ തട്ടി മറിച്ചിടും, ഫോണൊക്കെ താഴെ ഇടും. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ
പറഞ്ഞു വിട്ടത്. പിന്നെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത അംഗം നമുക്ക് അടുക്കളയിലേക്കാണ്. രാവിലത്തെ എൻ്റെ പണികളൊരു 9 മണി മാക്സിമം പോയൊരു 8 മണി 9 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ തീർന്ന് ഞാൻ ഫ്രീ ആവും. പിന്നെ വൈകിട്ട് ഒരു 3 മണി 4 മണി ആ ടൈമിലായിരിക്കും കേട്ടോ എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവുള്ളൂ. അതുവരെ ഞാൻ ഫ്രീ ആയിരിക്കും. അങ്ങനെ പിന്നെ ബ്രഷ് ചെയ്തിട്ട് അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് വന്നു. എനിക്ക് ഇനി ഫുൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫുള്ള് ഞാൻ ഫ്രീ ആയിരിക്കും. അങ്ങനെ അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ കറിയും മീൻ വറുത്തതും ചോറും ഒക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചൂസിനുള്ള 2 പപ്പടം അങ്ങ് വേഗം തന്നെ കാച്ചി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഗോതമ്പ് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അതാവുമ്പോൾ അച്ചൂസിനും ഇഷ്ടമാണ്. ഇത്തിരിയെങ്കിലും കഴിക്കും. ആൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി വെക്കാനൊക്കെ ആയിട്ട് അടുപ്പ് കത്തിക്കും. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ തന്നെയാണ് ഞാൻ എല്ലാ പരിപാടികളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശയും ചമ്മന്തിയും കറികളും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ ബെഡിൽ വന്ന് അച്ചൂസിൻ്റെ കൂടെ ഇരുന്നു. ഇനി അവൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ പ്ലേ ടൈമാണ്. ഒരു കുറച്ച് നേരം നിലത്ത് കളിപ്പാട്ടമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ ആൾ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് നേരം കളിപ്പാട്ടമൊക്കെ നിരത്തിയിട്ടിട്ട് ഞങ്ങൾ കളിക്കും. ഇടയ്ക്ക് അപ്പൂസും മുറ്റത്തേക്കൂടെ സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടുപേരും കൂടി ശ്രദ്ധിക്കാൻ എനിക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു അവൻ കളിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ദോശയും ചമ്മന്തിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ അവിടെ ഇരുന്ന് ഞാൻ കഴിച്ചു. അപ്പോൾ അച്ഛനെ നമ്മൾ ഉറക്കി കിടത്തിയിട്ടുണ്ട്. കുളിയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങി. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് റീൽസ് എടുക്കാനും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എല്ലാ ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനും അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും. പിന്നെ ഉച്ചയാകുമ്പോൾ അവൻ എപ്പോൾ എഴുന്നേക്കുന്നു അന്നേരമാണ് ഞാനും എഴുന്നേക്കുള്ളൂ. ഞാൻ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കിടന്ന് ഉറങ്ങും. പിന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമയൊക്കെ കണ്ട് അങ്ങനെ അങ്ങിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ കുറച്ച് കലാപരിപാടികൾ. അപ്പോൾ ഇനി അച്ചൂസ് എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.